ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഇത് ഈസിയസ്റ്റ് ഓഫ് കുക്കിങ്ങിലുള്ള ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സ് എഗ് എന്നാണ് ഇംഗ്ലീഷ് പറയാ. ഈ ഡിഷ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തക്കാളി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തക്കാളി നല്ലോണം ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്യാൻ നോൺ സ്റ്റിക് പാൻ ആവാം. ഓക്കെ, അതിലേക്ക് എനി കുക്കിംഗ് മീഡിയം ഓഫ് ഓയിൽ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോസ് നമുക്ക് ഈ പാനിലേക്ക് ഇടാം. കുറച്ച് ടൈം എടുക്കും ടൊമാറ്റോസ് ഒന്ന് സോട്ട് ആവാൻ. ഫ്ലെയിം ഹൈ തന്നെ വെക്കാം, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ലീവ് ഇറ്റ് ഫോർ 2 minutes ഒന്ന് കുക്ക് ആവട്ടെ, ഒന്ന് സോഫ്റ്റർ ആവട്ടെ ടൊമാറ്റോസ്. ടൊമാറ്റോയുടെ ഒരു ഗ്രേവി ഫോം ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പ്. ഇനി ഇതൊന്ന് നല്ലോണം ആ മുളകിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് പോയിക്കോട്ടെ, ഒന്ന് സോട്ട് ചെയ്ത് ഇനി ഇതൊന്ന് ഓയിലിൽ കിടന്ന് ആ ടൊമാറ്റോ ഒന്നും കൂടി ക്രിസ്പിയർ ആവണം. ഇപ്പോൾ ടൊമാറ്റോസ് ഒന്നും നല്ലോണം ഉടഞ്ഞ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എത്ര ഇതിപ്പോൾ ഒരു 6 മുട്ടക്കോ അല്ലെങ്കിൽ 4 മുട്ടക്കോ എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ട് എഗ്സ് ആഡ് ചെയ്താൽ മതി. തീ ഒന്ന് കുറച്ച് വെക്കുക. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിൻ്റെ ശേഷം ഈ മുട്ടക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൻ്റെ മേലെ ഇട്ട് ചെറിയ ഫ്ലെയിമിലാട്ടോ അതൊക്കെ വർക്ക് ചെയ്യുന്നത്, ഒന്ന് മൂടി വെക്കുക മുട്ട വേവാൻ. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ മുട്ട അധികം കുക്ക് ആവണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. യോക്ക് അങ്ങനെ ഒരു ലിക്വിഡായിട്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മൂടി വെച്ച് സ്ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യോക്ക് കുക്കാവും. ഏറ്റവും നല്ലത് ഇതിന് ഏറ്റവും ടേസ്റ്റ് യോക്ക് കുക്കാവാത്തതാണ്. പിന്നെ അതേമാതിരി തന്നെ എഗ് വൈറ്റ് ഉണ്ടല്ലോ, അതും ഒരു ഓവർ കുക്ക്ഡ് ആകുമ്പോൾ അത് മോർ ടെമ്പർ ആവും. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ കുക്കിംഗ് ആണ് ഏറ്റവും നല്ലത്.